കൊണ്ടോട്ടിയിലെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ രംഗത്ത്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെയാണ് കൊണ്ടോട്ടി സ്വദേശിനിയായ ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത്. നിറത്തിന്റെ പേരിൽ കടുത്ത അവഗണനയും മാനസിക പ്രയാസവുമാണ് ഭർത്തൃവീട്ടിൽ പെൺകുട്ടി നേരിട്ടത്. ഭർത്താവും അദ്ദേഹത്തിന്റെ ഉമ്മയും നിറത്തിന്റെ പേരിൽ പെൺകുട്ടിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഭർത്താവ് അബ്ദുൽ വാഹിദ് ഷഹാനയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കറുത്ത നിറമായതിനാൽ വെയിൽ കൊള്ളരുതെന്നു പോലും പരിഹസിച്ചിരുന്നു. കൂടാതെ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞും ഇവർ പരിഹസിച്ചു. എന്നാൽ പെൺകുട്ടി ഈ വിവരം ഒന്നും വീട്ടിൽ അറിയിച്ചിരുന്നില്ല. സഹപാഠികൾ പറഞ്ഞാണ് വീട്ടുകാർ വിവരം അറിഞ്ഞത്. 2 ആഴ്ച മുൻപാണ് ഷഹാന ഈ കാര്യം തങ്ങളോട് പറഞ്ഞതെന്ന് അമ്മാവൻ സലാം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിന് ശേഷമാണ് കുട്ടിയുടെ നിറം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചതെന്ന് ഷഹാന പറഞ്ഞതായി അബ്ദുൽ സലാം പറഞ്ഞു. പണം ഞങ്ങൾ തരും. വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞു പോയിക്കൂടെ എന്ന് വാഹിദിന്റെ ഉമ്മ ചോദിച്ചു. വാഹിദിന്റെ ഉമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഷഹാന പൊട്ടിക്കരഞ്ഞുവെന്നും ബന്ധുക്കൾ പറയുന്നു. മാനസിക സമ്മർദ്ദം സഹിക്കാതെയാണ് ഷഹാന ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകുമെന്നും അമ്മാവൻ സലാം പറഞ്ഞു. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ ഷഹാനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകളാണ് ഷഹാന. ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് 10 മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു എന്നാണ് വിവരം. ഷഹാനയ്ക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും ഭാഷ മോശമാണെന്നും സംസാരത്തിന് നിലവാരമില്ലെന്നുമൊക്കെ പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരമായി അപമാനിച്ചിരുന്നു. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നോക്കം പോവുകയും വിഷാദവതിയായിരിക്കുകയും ചെയ്യുന്നത് കണ്ട് കോളേജിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും ഇക്കാര്യങ്ങൾ തിരക്കിയത്. അപ്പോഴാണ് ഭർത്തൃവീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ പുറത്തറിഞ്ഞത്. അബ്ദുൽ വാഹിദ് ആക്ഷേപിച്ചിരുന്നതായി വീട്ടിലും പറഞ്ഞതോടെ കുട്ടി കൂടുതൽ വിഷാദവതിയായി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.